അലർജി ഈ ഒരു വേർഡ് വളരെ കോമൺ ആയി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. എല്ലാ അലർജിയും നിസ്സാരമല്ല. ചിലത് ഒരാളുടെ ജീവന് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന റിയാക്ഷനെ നമ്മൾ അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നു. എന്താണ് ഈ അനാഫിലാക്റ്റിക് റിയാക്ഷൻ? ശരീരത്തിൽ നമ്മൾക്ക് അലർജിയുള്ള വസ്തുക്കൾ കഴിക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന, വളരെ ചുരുക്കം സമയത്ത് തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് സിംറ്റംസ്, അതിൽ തുടർന്ന് രോഗിയുടെ അവസ്ഥ മോശമാകാനും ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകാനും സാധ്യതയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരം ഒട്ടാകെ, മുഖത്തും കൈകാലുകളിലും തടിച്ചു പൊന്തുക, അതുപോലെ ചൊറിച്ചിലുണ്ടാവുക, അമിതമായ ചൊറിച്ചിലുണ്ടാവുക, ശ്വാസം മുട്ടൽ വരിക, പിന്നെ അവരുടെ BP പെട്ടെന്ന് ലോ ആകുകയും തലചുറ്റൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിലുള്ള റിയാക്ഷൻ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് അലർജി ആയിട്ട് വരാറുണ്ട്. കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് സീ ഫുഡ്സ് കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അലർജി വരുന്നത്. ചില കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുണ്ട്, തേനീച്ച അല്ലെങ്കിൽ കടന്തൽ ഒരുപാട് കൂട്ടത്തിൽ ചേർന്ന് കടിക്കുമ്പോഴും ഇതേ റിയാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ ചുറ്റിനുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഗൈഡൻസ് തേടേണ്ടതാണ്. കാര്യം ചിലപ്പോൾ ഈ ഒരു രോഗി കാർഡിയാക് അറസ്റ്റ് വരെ വന്ന് മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഡോണ്ട് വെയിറ്റ്, ഡോണ്ട് ഇഗ്നോർ. സംയോജിതമായി നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിയും. സ്റ്റേ ഹെൽതി, സ്റ്റേ ഹാപ്പി.